കൃപാസന ഉടമ്പടി ആരാധനയുടെ ഒരു പ്രത്യേകത സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതായത് ഉടമ്പടി ആരാധന ഓൺലൈനിൽ കൂടിയാലും അതുപോലെ തന്നെ പഴയ ആരാധനകൾ എടുത്തു കൂടിയാലും ഒക്കെ അതിലൂടെ ദൈവം നമ്മോട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ തേടുന്നവർക്ക് ദൈവം എക്കാലങ്ങളിലും സമീപസ്ഥനാണ്. സങ്കീർത്തകൻ്റെ ആഴമായ ദൈവാനുഭവമാണ്. ആത്മാർത്ഥതയോടെ ദൈവത്തെ അനുഭവിക്കണം, ദൈവത്തെ തേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തെ തേടുന്നതെങ്കിൽ ഏത് മീൻസിലൂടെയും ഏത് മാർഗത്തിലൂടെയും ദൈവത്തെ നമുക്ക് സമീപസ്ഥനാണ്. സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ, രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, പകർച്ച ബാധിച്ചവരെ സ്പർശിക്കണമേ കർത്താവേ. ആരെ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, ആരെ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, ജോലിയില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. കുഞ്ഞിനെ കർത്താവ് കാണിക്കുന്നുണ്ട്. കുഞ്ഞിന് വയറിങ്ങനെ വീർത്തിരിക്കണം, പക്ഷെ വെള്ളമല്ലെന്ന് തോന്നണത്, മാംസമായിട്ട് തന്നെ വയറ് വീർത്തിരിക്കണം. ആ കുഞ്ഞിനെ കർത്താവ്, സാധാരണ അമ്മമാർ അതിനെ ഇപ്പോഴും എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ആ കുഞ്ഞിനെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്ന ഈശോ സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ദിവസമോ 52 മാസമോ ആയിട്ട് ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമോ വ്യാപാര സ്ഥാപനമോ വരുമാന മാർഗം കർത്താവ് ഈ പ്രാർത്ഥനയോടുകൂടി അത് തുറക്കുന്നതായിട്ട് സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെ പെരുമുട്ട് പോലെ വരും. മുട്ടിന് പെരുമുട്ട്, മുട്ടിന് ഇങ്ങനെ കാലുമുട്ട് കൈമുട്ട് ആ സ്ഥലത്ത് മാത്രം ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. എന്ത് രോഗമാണ് അച്ഛൻ അറിയാൻ പാടില്ല. അങ്ങനെയുള്ള രോഗത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സാധാരണ കാണുന്ന പോലെ ഒരു സ്റ്റീലിൻ്റെ ടബ്ബാണ്. സ്റ്റീലിൻ്റെ ടബില്ലേ നമ്മൾ മുഖമൊക്കെ കഴുകണ, അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ടബില്ലേ, നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പാത്രം കഴുകുന്ന, ചിലയിടത്ത് സ്റ്റീലായിരിക്കും, ചിലയിടത്ത് മണ്ണായിരിക്കും. പക്ഷേ ഈ സ്റ്റീലിൻ്റെ ടബ് അത് ചിലപ്പോൾ റെസ്റ്റോറൻ്റ് ആകാം, അല്ലെങ്കിൽ ഇതുപോലെ ഹോട്ടലാകാം, ഇതുപോലെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാകാം. അങ്ങനെയുള്ള വ്യാപാരശാലകൾ നിന്ന് പോയതോ കടമായി പോയതോ ജപ്തി നടത്തുന്നതോ കർത്താവ് ആ മേഖലയിലേക്ക് നിങ്ങളെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ കച്ചവടം നീ വരൂ
ദിവ്യകാരുണ്യത്തിന് നമ്മളീ കുലശ്ശേരി പോലെ എന്താ അതിന് നമ്മുടെ ആലപ്പുഴ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, തേപ്പില്ലേ, തേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് കുലശ്ശേരി. അപ്പോൾ ഇതിങ്ങനെ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നിർമ്മാണ പ്രവർത്തനമാണ്. നിർമ്മാണ പ്രവർത്തനമൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാകാം, വീട് വെക്കാൻ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം, ചിലപ്പോൾ വീടിന് പകരം സ്ഥാപനമാകാം, എന്തുമാകട്ടെ. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നവരും നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും കൈപൊക്കുക. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടക്കുന്നവരെ, നിർമ്മാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കൈപൊക്കുക. പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വീട് നിർമ്മിക്കാൻ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ പ്രവർത്തനം തൊഴിലായി ചെയ്തിട്ട് ആ തൊഴിൽ നിന്ന് പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണത്തിന്റെ എല്ലാ തടസ്സങ്ങളും പ്രഭാഷണത്തിലെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുനാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ട ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത്, പല മർമ്മങ്ങൾ ഇപ്പോൾ ഈശോ ഇതിലൂടെ പറയുന്നുണ്ടല്ലേ. ചില സമയത്ത് ഇഷ്യൂസ് ഉണ്ടാകും, അത് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലേ, ഉടമ്പടി എടുത്തു കഴിഞ്ഞോ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. ആ ഉടമ്പടി പക്ഷേ ആ ഇഷ്യൂസ് ഒന്ന് ഇപ്പോഴത്തെ ജോബിക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണ്? 2 സമയത്തും പ്രശ്നമാണ് അയാൾക്ക്, പക്ഷേ 2 അയാൾക്ക് നേട്ടമായി മാറി. 2 സമയത്തും പ്രശ്നമുണ്ടായി, പക്ഷേ 2 സമയത്ത് നേട്ടമായി മാറി. ഇപ്പം അപ്പൻ ആ സമയത്ത് മരിക്കേണ്ട ആളാണ്, അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. അപ്പം മരിച്ചൊരു വിഷമില്ല, പ്രായമായ ആളാണ്. തന്നെയല്ല അദ്ദേഹം രോഗിയുമായിരുന്നു. അദ്ദേഹത്തിന് ശുശ്രൂഷത്തിൽ ആ മനുഷ്യന് സന്തോഷമുണ്ട്, അവസാന കാലങ്ങളിൽ ശരിക്കും നോക്കിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ എങ്കിലും അപ്പൻ്റെ 5 ലക്ഷം രൂപ അയാൾക്ക് കിട്ടിയപ്പോൾ 5 ലക്ഷം രൂപയാണ് അയാൾക്ക് കടമുണ്ടായിരുന്നത്. ആ കടം അതുകൊണ്ട് തന്നെ അയാളെ ചെയ്തു. അതായത് ഉടമ്പടിക്കാലത്ത് നിങ്ങൾ എന്ത് സംഭവിച്ചാലും വിഷയത്തെ നോക്കരുത്, ദൈവത്തെ നോക്കാവൂ. ഇക്കടുത്ത പോയിൻറ്റ് പിടിയോ? ഇപ്പം നിങ്ങൾ IELTS ഫ്ലോപ്പ് ആയെന്ന് തന്നെ വിചാരിക്കുക അല്ലേ. ഇപ്പം ചില പറയാം, അച്ഛാ 5 പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി, ഇത് 6ാമത്തതാണ്, ഇതും ഫ്ലോപ്പായാൽ എനിക്ക് കാശില്ലെന്ന് പറയും. ഇനി IELTS എഴുതാൻ കാശില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ലത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ സമയമാകുമ്പോൾ തക്ക സമയമുണ്ടല്ലോ, ഇവൾ മര്യാദക്ക് നിൽക്കുക. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കണവർ മര്യാദക്ക് നിൽക്കാൻ പറയും. ബൈബിളിൻ്റെ ഒരു നിലപാടാണത്. ദൈവതിരുസന്നിധി നിൽക്കുന്നവർ മര്യാദക്ക് നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദ നിൽക്കുന്ന അർത്ഥം എന്താണ്? ബഹളം ഉണ്ടാക്കരുത്, നിരാശപ്പെടരുത്, വിഷമിക്കരുത്, ഫൈറ്റ് ചെയ്യരുത്, പിറുപിറുക്കരുത്. കുറേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വലിയ പാടാണ്. ഇത്രയും നാളെനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നമുക്ക് ആരുടെ മുമ്പിലൊക്കെ നിൽക്കാം, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ദൈവം ചാടി കടിക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ചെറിയൊരു ചലനം കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത് എന്താ പറയണത്? 1 പത്രോസ് അല്ലേ, 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ഒന്ന് ഏറ്റു പറഞ്ഞ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പൊ തക്ക സമയം എന്ന് പറയുന്നത് ആരാണ്? ഉടമ്പടിയിൽ ആര് തീരുമാനിക്കും? അത് അമ്മ തീരുമാനിക്കും. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നിന്ന് ആരാണ്? നിങ്ങളുടെ തക്ക സമയം ആര് തീരുമാനിക്കും? അമ്മ തീരുമാനിക്കും. അതാണ് കാനായിലെ കല്യാണം. തക്ക സമയം അമ്മ തീരുമാനിക്കും. എൻ്റെ സമയം ഇനി സമാഗതമായില്ലല്ലോ. ആ സമയം പിന്നെ തീരുമാനിക്കുന്നത് ആരാണ്? അമ്മയാണ്.
അമ്മ സമയം തീരുമാനിക്കും. അമ്മയ്ക്ക് അതാണ് സമയക്കടികാരവുമായി കൃപാസന അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് തരുന്ന അനുഭവ സന്ദേശങ്ങളിൽ ഒന്നാണത്. തക്ക സമയം, നിൻ്റെ സങ്കടങ്ങൾ തീരാനുള്ള തക്ക സമയം നിൻ്റെ അമ്മ തീരുമാനിക്കുമെങ്കിൽ അതിനെ തീരുമാനിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അമ്മ നൽകിയ ഉടമ്പടി പ്രാർത്ഥന. കൈ അടിച്ച് കർത്താൻ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ 1-5-6 ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എങ്ങനെ നിൽക്കണമെന്ന് പറയണത്? താഴ്മയോടെ നിൽക്കണം, വിനയത്തോടെ നിൽക്കണമെന്ന്. അത് ഒന്ന് പ്രാർത്ഥിച്ച് ഭരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ, ബഹളം ഉണ്ടാക്കാതെ നിൽക്കാൻ, പെരുപെറുക്കാതെ നിൽക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അപ്പോഴേ ആൾക്കാർക്ക് വരുന്ന ഒരു ചെറിയ അബദ്ധമാണ്, ദൈവതിരുസന്നിധിയിൽ നിൽക്കാൻ അറിയാൻ പാടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഉടമ്പടി വരുമ്പോൾ പക്ഷേ നിങ്ങളത് പഠിക്കാൻ പറ്റത്തില്ല. ഉടമ്പടി വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ PSC ടെസ്റ്റ് എഴുതി, 2 പേരും എഴുതാൻ പോയി, നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി എടുക്കാത്ത ആളിനെ PSC ടെസ്റ്റിന് കിട്ടി, നിനക്ക് കിട്ടിയില്ല. സ്വാഭാവികമായിട്ട് നിനക്ക് ദൈവദർശനം നിൽക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ പെറുപെറുപ്പുണ്ടാവും. നിൽക്കാൻ അറിയാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ, ഉടമ്പടി എടുക്കാത്തവർക്കാണല്ലോ അത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവദർശനം തർക്കം ഉണ്ടാവും. തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യരുത്. കാര്യം എന്താണ്? ദാസൻ അഥവാ ദാസിയുടെ സ്റ്റേറ്റിലേക്ക് ആണ് നിന്നെ ഉടമ്പടി കൊണ്ടുവരണത്. അതാണ് മത്തായി സുവിശേഷം 12:19-20. പറഞ്ഞോളൂ. അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ബഹളം കൂട്ടുകയോ ചെയ്യുകയില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിരി ന്യായവിധി അറിയിക്കുകയും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ തിരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കുകയില്ല. അപ്പോൾ ഈ വിനയായ തർക്കമുണ്ടാക്കാതെ എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ കല്യാണം ഉടമ്പടി നിങ്ങൾക്ക് വിവാഹം വെച്ചിട്ടുണ്ട്, പക്ഷേ വിവാഹം അത് ഉടമ്പടി ചെയ്ത ഉടനെ ഒരു മനസ്സമ്മതം വന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തല്ല മാതാവ് തന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ കൈ കൊടുത്തു, പക്ഷേ മനസ്സമ്മതം നടന്നിട്ട് പക്ഷേ ആ കല്യാണം പോയി. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? അതിൻ്റെ ചമ്മൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ആ ചമ്മൽ നിങ്ങൾ ചമ്മലാണെന്ന് പറയത്തില്ല, പറഞ്ഞിട്ട് പറയും ഞാനിൻ്റെ പട്ടിയുടെ മുന്നിൽ പോയി നിൽക്കത്തില്ലെന്ന് പറയും. ഇതാണ് ദാർഢ്യം എന്ന് പറയണത്. ഇങ്ങനെ ദൈവദർശനം നിൽക്കാൻ പറ്റത്തില്ല, അവിടെ വിനയം ഉണ്ടാകണം. ഇവർക്ക് നിങ്ങൾക്ക് ചമ്മലുണ്ടായി, ആ കല്യാണം പോയപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ഇനിയിപ്പോൾ എൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമായിരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് പിടിക്കാഞ്ഞിട്ടായിരിക്കുമോ, എന്തെങ്കിലും പിടിക്കാഞ്ഞിട്ടായിരിക്കും പോയല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യനുണ്ടാകുന്നത്, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് ഒരു ചമ്മൽ പോലെ ഉണ്ടാകും. പക്ഷെ ചമ്മൽ ഇവർ പുറത്ത് കാണിക്കത്തില്ല. അത് കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മയോട് പറയും, ഇനി ഒരുവൻ്റെ മുമ്പിൽ പോയി ഞാൻ നിൽക്കത്തില്ല. ഇതാണ് വിഷയം. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ ഇതാണ് വിഷയം. ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ തെളിമയില്ല, അറിയാവില്ല. അവിടുന്ന് അതായത് ദൈവദർശനം നിൽക്കാൻ അറിയത്തില്ല ഇവർക്ക്. കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. അവർ സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് ചെയ്യണ മുമ്പ് അവർക്ക് വരെ കുറേ പ്രോബ്ലം ഉണ്ട്. അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടിയെ കൂടി വേണം. ആ കുട്ടിയെ പക്ഷേ അവർ കിട്ടണില്ല. 7 കൊല്ലമായി 2 കുട്ടികളുണ്ട്, ഒരു കുട്ടിയെ കൂടി വേണം. 7 കൊല്ലമായിട്ട് ആ 3ാമത്തെ കുട്ടിയെ കിട്ടണില്ല. അവർ ഉടമ്പടി ചെയ്ത് അപ്പോൾ ഓസ്ട്രേലിയ മൈഗ്രേഷൻ കൂടി ഉടമ്പടി വിഷയമാക്കി. നമ്മൾ യൂട്യൂബിൽ സാക്ഷി ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പുള്ള സാക്ഷിയാണത്. അത് വിഷയമായി കഴിയുമ്പോൾ അവർ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് ആകും. പ്രഗ്നൻ്റ് ആയ ശേഷം കുറേ പ്രഗ്നൻസി പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ഇവർ സാധാരണ ലേഡിയല്ല, ഭയങ്കര അവർ നിമിഷം ഓർക്കും, കർത്താവിനോട് ഇപ്പോൾ ആ സമയത്താണ് ഞാൻ കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിച്ചതെന്ന് ഓർക്കും. എൻ്റെ ഈ ദൈവത്തോടുള്ള ഈ പിടിവാശി കാരണം കുഞ്ഞ് സഫർ ചെയ്യുന്നുണ്ടല്ലോ, ഇതിങ്ങനെ പോകേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ, ഇത് ദൈവം ഉദ്ദേശിച്ച് കാണത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പറയും, ഞാൻ ഉടമ്പടി അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് 7 കൊല്ലത്തിനുള്ളിൽ കുഞ്ഞിനെ തരേണ്ടതായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴല്ലേ കുഞ്ഞിനെ കിട്ടിയത്, അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ് പറഞ്ഞ് ഇവിടെ സ്റ്റേണായിട്ട് നിൽക്കും. എൻ്റെ അടുത്ത് ഇങ്ങനെ ആദ്യം ഒരു ചെറിയൊരു ആട്ടം വന്നെങ്കിലും
പിന്നെ അവർ കർത്താവിൻ്റെ കൂടെ സ്റ്റേ ആയിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നതാണ്, ഇനി ദൈവത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് ദൈവം തന്നെ നോക്കിക്കൊള്ളും. അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, 3ാമത്തെ കുഞ്ഞിനെ എന്തിനാണ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നത് വെച്ചാൽ അബോർഷൻ ചെയ്യണില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഡോക്ടർ അതിൻ്റെ വെയർ അബൌട്ട്സിൽ ഇവരെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയും. പക്ഷേ ഇവർ പറയും അങ്ങനെ ചെയ്യത്തില്ല ഡോക്ടറെ, ഇത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാൽ കർത്താവിടേക്കെന്ന്. അപ്പോൾ കർത്താവ് നോക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ക്രൈസിസ് ഉണ്ടായിക്കൊണ്ട് ഇവർക്ക് ഇന്ന് ഫെയ്ത്ത് ജനറേറ്റ് ചെയ്ത് പ്രെയർ ജനറേറ്റ് ചെയ്ത് അത് ഒരു ഭയങ്കരമായിട്ട് കാര്യം ഈ നമ്മൾക്ക് വിശ്വാസം എന്ന് പറയണത് ഒരു ഇൻ്റലക്ച്വൽ വെഞ്ചറാണ്. അത് വിശ്വാസം ഒരു ഇമോഷണൽ വെഞ്ചറല്ല. അത് എല്ലാവരും മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയണത് ബുദ്ധിപരമായ ഒരു ഇടപെടലാണ്. അപ്പോൾ ഇവരെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടായി, ഉടമ്പടി ചെയ്തു, 7 കൊല്ലം അവർക്ക് മക്കളില്ല, ഉടമ്പടി ചെയ്തപ്പോൾ അവർക്ക് മക്കളെ കൊടുത്തു. പക്ഷേ മക്കൾക്ക് എന്തോ കുഴപ്പമുണ്ട്, കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട്, അത് ചലഞ്ച് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ്. ഡോക്ടർ പറഞ്ഞത് എന്തിനാ 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതിനെ സൂക്ഷിക്കേണ്ട കാര്യമില്ല, ടെർമിനേറ്റ് ചെയ്ത് കളയാമെന്ന് പറയുമ്പോൾ ഇവർ പറയും അങ്ങനെയല്ല ഡോക്ടർ, ഇത് ഞാൻ കർത്താവിൻ്റെ 7 കൊല്ലം എനിക്ക് മക്കളില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ചോദിച്ച് വാങ്ങിച്ചതാണിത്, അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, അപ്പോൾ ദൈവം നോക്കിക്കൊള്ളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാക്കിയതാരാണ്? ദൈവം തന്നെ ആയിരിക്കും, അറിയത്തില്ല. എന്താ വെച്ചാൽ ഇവർ വെച്ചിരിക്കണ ഇവർ ഓസ്ട്രേലിയയിലൊക്കെ വെച്ചിരിക്കണ മൈഗ്രേഷൻ 2 കുഞ്ഞുങ്ങളും 3 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും വൈഫും കൂടി പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. പക്ഷേ ഇതിനൊക്കെ എല്ലാം നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾ എന്താ ദൈവം ഉദ്ദേശിക്കണമെന്ന് അറിയാവോ? അതായത് ഉടമ്പടിയും ക്രൈസിസുമാണ് ഞാൻ ഇന്ന് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ്. ഞാനിത് ഉദ്ദേശിച്ച് വന്നതല്ല, ഞാൻ വേറെ കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വന്നതാണ്. പ്രാർത്ഥിച്ചിട്ട് വേണം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് വന്നതേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ വിഷയം ചേഞ്ച് ചെയ്ത് ഉടമ്പടിയും ക്രൈസിസും എന്നുള്ള ബന്ധമായ വിഷയമാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതിലെന്താ പ്രശ്നം? ഇത് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇവരിതോടുകൂടി ഇവരുടെ പ്രെയർ ജനറേറ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പ്രാർത്ഥനയില്ലേ, നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും സുനിൽകുമാറിനും പ്രോബ്ലമാണല്ലോ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞാൽ ഇവർക്കും പ്രോബ്ലമാണ്, ജോബിക്കും പ്രോബ്ലമാണല്ലോ, ഈ തൃശ്ശൂർ ലേഡി ഈ സഹോദരിക്കും പ്രോബ്ലമാണ്. പക്ഷേ ഇവരെല്ലാം ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? അവർ പ്രെയർ ജനറേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് തർക്കത്തിനില്ല, കാര്യം എന്താ, തർക്കത്തിനില്ല, ബഹളത്തിനില്ല. പിന്നെ എന്താണ്, അവിടെ നിന്ന് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ അഥവാ ദാസി, അതാണ് സബ്ജക്റ്റ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ 12:19 ഇതാ ഞാൻ ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൾ, അവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. അവർ ചതഞ്ഞ ഞാങ്കണ കുടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. ദാസന്റെയും ദാസിയുടെയും ഒക്കെ ഒരു നിലപാടെന്ന് പറയണത്, എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ ആ കള പോട്ട എന്നും പറഞ്ഞ് അവർ ഇട്ടച്ചും പോകത്തില്ല, ചതഞ്ഞ ഞാങ്കണ ഓടിക്കത്തില്ല. ഒരു തിരി പുകഞ്ഞിരിക്കുകയാണ്, അതിനെ കെടുത്തത്തില്ല, അത് കുറച്ച് തരുമ്പോൾ തെളിഞ്ഞ് വരുമെന്ന് വിശ്വസിക്കും. ഇതാണ് ദാസൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാകണം ഈ വിഷയത്തിൽ. എന്തെങ്കിലും ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നിങ്ങൾ പ്രെയർ ഉടനെ ഫ്ലോപ്പാക്കരുത്. മനസ്സിലായില്ലേ? പ്രെയർ എന്ന് വെച്ചാൽ പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത് പ്രാർത്ഥന 20% ഉള്ളൂ. ബാക്കിയെല്ലാം രോഗികളെ ശുശ്രൂഷിക്കുക, പത്രം വിതരണം ചെയ്യുക, പ്രേക്ഷിത പ്രവർത്തനമൊക്കെയാണ്. കർത്താവിനെ അറിയാത്തത് അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ചില ആൾക്കാർ പത്രം കൊടുക്കണമെങ്കിൽ ഏപ്രിൽ 2-ാം തീയതി മേടിച്ച പത്രം കൊടുക്കുന്നത് ഏപ്രിൽ 28-ാം തീയതിയാണ് കൊടുത്തു തീരണത്. അതൊക്കെ വെച്ചാൽ നിങ്ങളുടെ വാദപ്പനിയാണ് കാണിക്കുന്നത്, വിശ്വാസത്തിൻ്റെ വാദപ്പനി. ബുദ്ധിയും ബോധമുള്ളവർ, ഇൻ്റലക്ച്വലായിട്ടുള്ളവർ അത് എടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം തീഷ്ണതയോടെ. ഇതെന്ന് വെച്ചാൽ ഏപ്രിൽ 28-ാം തീയതി വരെ എന്തുകൊണ്ടാണ് 2-ാം തീയതി പത്രം ഇരിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇവിടെയും പോകുമ്പോൾ 2 പത്രം കൊണ്ടുപോകും. 2 പത്രം കൊണ്ടുപോയാൽ ആരും അറിയരുത്, ഞാൻ പത്രം കൊടുക്കുകയാണെന്ന് ഓർക്കരുത്. ഇങ്ങനെ അതായത് നിങ്ങളുടെ ഒരു ഈഗോ സെക്യൂർ ചെയ്തുകൊണ്ട് മാത്രം ന്യൂട്രലായിട്ട് തട്ടിപ്പ് കാണിക്കും. അതായത് പത്രം ബോൾഡായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അവിടെയാണ് വിഷയം ഇരിക്കുന്നത്. 10:32 ഇതിൻ്റെ അടിസ്ഥാന വചനമാണ്.
മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയണം. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയാൻ പേടിയുള്ളവരാണ് ആദ്യ ദിവസം 2 ദിവസം പത്രം കൊണ്ടേ കൊടുത്ത് 5 ദിവസം കഴിയുമ്പോൾ 1 പത്രം കൊണ്ടേ കൊടുത്ത് ഇങ്ങനെ എല്ലാം കൂടി നക്കാപ്പിച്ച കൊടുത്ത് അവസാനിപ്പിക്കും. കൊടുക്കണതെല്ലാം ശരിയാണ്, തെറ്റില്ല. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ചാൽ നിലപാട് തെറ്റിപ്പോയി. എന്താണ്? ആരും അറിയരുത് ഞാൻ പത്രം കൊടുക്കുകയാണെന്ന്. ഞാൻ വായിക്കാൻ വേണ്ടി പത്രം എടുത്ത് അവർക്ക് കൊടുത്തച്ച. അങ്ങനെ 30 ദിവസം കഴിഞ്ഞപ്പോൾ ആ പത്രം എല്ലാം തീർന്നു. പക്ഷേ അതിൻ്റെ തട്ടിപ്പുണ്ട്. തട്ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈഗോ ഉണ്ട്, നിങ്ങൾ ആരോ ആണെന്ന് നിങ്ങൾ ധരിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ വിനയമില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയണത് എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ പറയണത്. പിടിയിട്ടില്ലേ? അതാണ് 1 പത്രോസ് 5:6 ഒന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ ഈ തക്ക സമയം എന്നുള്ളത് ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഉടമ്പടി എടുക്കുമ്പോൾ സമയം ആരാ നിശ്ചയിക്കുന്നത്? അമ്മയാണ് നിശ്ചയിക്കുന്നത്. തക്ക സമയം മാത്രമല്ല, ആ വിഷയം അമ്മ തന്നെ നിശ്ചയിക്കും. ആ തൃശ്ശൂരത്തെ സഹോദരി പറഞ്ഞത്, ഞങ്ങൾക്ക് ഓസ്ട്രേലിയയൊക്കെ ഞാൻ ഉടമ്പടി വെച്ചത്, പക്ഷേ അമ്മ അതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പോൾ US മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിഷയം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷയേക്കാൾ വലുതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പറഞ്ഞാൽ ആ സാക്ഷി അവസാനിക്കണത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അറിവുണ്ടല്ലോ, നമ്മളുടെ അറിവ്, നമുക്ക് ഇപ്പോൾ ഉള്ള അറിവ് അതിൻ്റെ പരിധിയിൽ നിന്നാണല്ലോ നമ്മൾ ഓരോ കാര്യം സമീപിക്കണത്. പക്ഷേ ഉടമ്പടി എപ്പോഴും വരണത് ദൈവത്തിൻ്റെ അറിവിൽ നിന്നാണ് വരണത്. നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തർക്കും അറിയുന്നത് അറിവ് കൂടുതലാണ്. അറിവ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തന്നെ അവിടുന്ന് 1971 അവിടുന്ന് അപ്പം തന്നെ പോളിടെക്നിക്കിലേക്ക് പിള്ളേർ പോകുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. അവരൊക്കെ ഇന്ന് വിദേശത്തൊക്കെ ഓരോരോ എഞ്ചിനീയർമാരായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ അറിവില്ലായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് വരണത് നമ്മൾക്കുള്ള അറിവിൻ്റെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ വിഷയം വെക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ കഴിയുള്ളതാണ് ദൈവം. നമ്മൾ ആഗ്രഹിക്കുന്ന എഫേസ്യസിന്റെ ലേഖനമാണ്, അതായത് 3:20 എഫേസ്യസ് 3:20 വായിച്ചോളൂ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, അത് ഏറ്റു പറഞ്ഞ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ തലമുറ കഴിഞ്ഞാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? തലമുറകൾ തോറുമാണ്. നമ്മുടെ വിശ്വാസത്തിന് തലമുറ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ വിശ്വാസം നിന്ന് പോകരുത്. അത് കാര്യം മക്കളെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്തിനാണ്? അത് ദൈവ പദ്ധതിയാണ്. എഫേസ്യസ് 3:20 ഞാനൊരു വീട്ടിൽ എൻ്റെ ഒരു പ്രത്യേക കാര്യം, എൻ്റെ ഒരു ലിറ്റററി വർക്കിന് വേണ്ടി ഒരു വീട്ടിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി തരാൻ വേണ്ടി ഒരു റൈറ്ററിനെ കാണാൻ പോയി. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ആ വർക്ക് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉടമ്പടിയെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അവരിങ്ങനെ ഉടമ്പടിയൊന്നും ചെയ്യണ ആൾക്കാരല്ല. കാരണം അവരുടെ സമയം രണ്ടുപേരും ആ രീതിയിലാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. എനിവേ ഞാൻ അവിടെ ചെല്ലുന്നിടത്തോളം കാലം മാതാവിനെക്കുറിച്ച് അവിടെ പറയാതിരിക്കെ പോരണത് ഞാൻ മാതാവ് എൻ്റെ ജീവിക്ക് പിടിക്കുന്നത്. കാരണം ഞാനോട് പറഞ്ഞു, നമ്മളിപ്പോഴൊക്കെ ജീവിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയണത് നമ്മുടെ ഇപ്പം സാധാരണ ആൾക്കാരുടെ ഉള്ളത് വിശ്വാസമാണ് സാധാരണ ഉള്ളത്. പക്ഷേ പലപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യണത് വിശ്വാസം ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല. ഭയങ്കര സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നാൽ വിശ്വാസത്തെ നിൽക്കത്തില്ല. നമ്മളിപ്പോൾ വിശ്വാസികളാണെങ്കിലും ജെറ്റ് നടപടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻസ് പോലെ നിന്ന് വിറക്കണ കാണാം നമ്മൾ. അതായത് ഫെയ്ത്തിൽ നിൽക്കാത്തത് കൊണ്ടാണത് ആ വിഷയം. നമുക്ക് വിശ്വാസം ഉണ്ടേ, പക്ഷേ പെട്ടെന്നൊരു ജപ്തി നടപടി വന്ന് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളം തെറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിശ്വാസത്തിൻ്റെ താളം അപ്പം തെറ്റിപ്പോവും. അപ്പം നമ്മുടെ കയ്യിരിക്കണ വിശ്വാസം പലതും വിറക്കണ വിശ്വാസമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഫിഡലിറ്റിയിലെ വിഷയം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാറ്റഗിസം പോലും പൊളിച്ചെഴുതണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പോൾ നിലവിലിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റഗിസത്തിൻ്റെ സിലബസ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഫിഡലിറ്റിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്.
എനിക്കൊക്കെ വിശ്വാസം ഈ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ലെന്ന് പറഞ്ഞു. ഉടനെ അയാൾ അത് അയാൾക്ക് ഇപ്പോൾ ക്യാച്ച് ചെയ്ത് അയാൾ പറയണത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മകനും പറയണത് ഈ കാറ്റഗിസത്തിൽ അവന് വിശ്വാസമില്ലെന്നാണ്. ഞാനൊരു ദൈവം ഇത് വിളിക്കാൻ നേരത്തെ പാണ്ടായ എൻ്റെ മകനും പറഞ്ഞത് അതാണ്, നമ്മൾ ആ കാറ്റഗിസത്തിൽ പോണില്ലെന്ന്. അത് കാരണം ഈ കാറ്റഗിസത്തിൻ്റെ സിലബസിൽ അവന് വിശ്വാസമില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് തന്നെ അവനും പറയണം. ഞാൻ പറഞ്ഞത് എന്താണ്, കാറ്റഗിസം ഫെയ്ത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫിഡലിറ്റിയാണ്, ഫെയ്ത്ത്, ഇത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയായിട്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് വിറച്ചിലില്ല, വിറക്കത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായി വിറക്കത്തില്ല. നമ്മളെന്തുകൊണ്ടാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ വിറക്കണേ? എന്താണ്? നമുക്ക് വിശ്വാസം മാത്രം, വിശ്വാസത്തിൽ ഈ വിറയലുണ്ട്. ഇപ്പം ലാമ്പി സ്കൂട്ടറൊക്കെ ഓടിച്ച് 60 കയറുമ്പോൾ തന്നെ തുള്ളാൻ തുടങ്ങത്തില്ലേ? ഇത് കഴിഞ്ഞ് ഹെവി ലോഡ് എടുക്കണില്ല ഈ വിശ്വാസം. പക്ഷേ വിശ്വസ്തതയാണെങ്കിൽ മാതാവ് ഏത് സമയത്ത് ഏത് കുരിശിൻ്റെ ചുവട്ടിലും മകൻ്റെ ചോര ചവിട്ടി കൂളായിട്ട് നിൽക്കണം, ഒരു പർക്കിസൻസ് ഇല്ലാതെ നിൽക്കണം, കണ്ടില്ലേ? അതാണ് സാധനം. കാരണം ആ ഒരു വിശ്വസ്തതയാണ് അവരുടെ കയ്യിലുള്ളത്. അവർ ദൈവമായിട്ട് ബിസിനസ് ചെയ്തിരിക്കുന്ന വിശ്വസ്തത വെച്ചാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഉടമ്പടി പ്രകാരം വിശ്വസ്തയോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളുടെ മേൽ നട്ടലോടുകൂടി അപ്പോസ്തലികമായി പ്രതിരോധിക്കാൻ അമ്മയുടെ ആത്മശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന, കർത്താവായ ദൈവമേ കർത്താവേ ഉടമ്പടിയിലായിരിക്കുന്ന മക്കളെ കർത്താവേ ജീവിത ദുരിതങ്ങളെ സമർപ്പിച്ച് പാടുക. ഇത്ര നല്ല ദൈവത്തോടെ, ഇത്ര നല്ല ദൈവത്തോട് എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ച ഇത്ര നല്ല ദൈവത്തോടെ, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ഞാൻ പോരാൻ നേരത്ത് ഈ പയ്യന് വന്നു വെച്ചും പറഞ്ഞു, അച്ഛാ എൻ്റെ കാലെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കാര്യം അവൻ ഈ ബോക്സിങ് പഠിക്കാൻ പോവുകയാണ്, അവൻ്റെ ജോലി അതാ. അപ്പോൾ ഞാൻ പറഞ്ഞു കാലെങ്ങനെ എഡർ ചെയ്യാൻ പറ്റുക ചെയ്തിട്ടുണ്ട്, അത് നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ മുക്കിലിട്ട് കിടക്കുമ്പോൾ വീഴും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി നിൻ്റെ കാല് കസര കയറ്റി വെക്കാൻ പറഞ്ഞു. മുട്ടക്കൈ തൊട്ട് പ്രാർത്ഥിക്കാനാണ്. ഞാൻ പറഞ്ഞു ശരി. പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേ ഇവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് വേണ്ടേ? കാര്യം എന്താണ്, ഇവനത് വിശ്വസിക്കണ്ടേ? അതുകൊണ്ട് ആ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു ഞാൻ. അവന് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞപ്പോൾ അവൻ്റെ പാപ്പ അടിക്കണം. ഇതാണ് പ്രശ്നം. തലമുറകൾ ദൈവം മഹത്വപ്പെടണം, മക്കൾ വിശ്വാസി വളരണം. മക്കൾ വല്ല പോഴത്തരവും പറഞ്ഞുകൊണ്ട് അപ്പൻ അതും കേട്ടിരിക്കുകയാണ്. കാറ്റഗിസത്തിൻ്റെ സിലബസ് കുഴപ്പമാണെന്ന്. കാറ്റഗിസത്തിൻ്റെ സിലബസ് കുഴപ്പമായി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തലം വേറെയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബേസിക് കാറ്റഗിസം പോലും മക്കളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലത്തിന് ശേഷം നിങ്ങളുടെ കുടുംബം അന്യം നിന്ന് പോകും. കാര്യം മക്കൾക്ക് വിശ്വാസബോധ്യമില്ലെങ്കിൽ അവർ അവിശ്വാസികളെ വിവാഹം കഴിക്കും, വിശ്വാസമില്ലാത്തൊരു വിവാഹം കഴിക്കും, എതിർ വിശ്വാസികൾ വിവാഹം കഴിക്കും. അതോടുകൂടി നീ നേടി വെച്ചതൊക്കെ ആരുടേതാകും. ഭയങ്കര സീരിയസ് വിഷയമാണ്.
നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ വിഷയം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുന്നത്. അതാണ് എഫേസ്യസ് 3:20. എല്ലാ തലമുറകളിലും ദൈവം മഹത്വപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവന് മക്കളും പെരക്കിടാങ്ങളും ഒക്കെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ മക്കളും എൻ്റെ പേരക്കിടാങ്ങളാം അങ്ങയെ അറിഞ്ഞ് ജീവിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ ഉപകരണമാക്കണമേ, എന്നെ ഉപകരണമാക്കണമേ, എന്നെ ഉപകരണമാക്കണമേ. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് വേണം. കാര്യം നമ്മുടെ കാലത്തിന് ശേഷവും ഈ കുടുംബത്തിൽ ഈശോയെ തന്നെ ആരാധിക്കപ്പെടണം. നമ്മുടെ രക്തത്തിൽ നിന്ന് പിറന്ന കുഞ്ഞുങ്ങളെല്ലാം, എത്ര കുഞ്ഞുങ്ങൾ ഏതെല്ലാം തലമുറകളുണ്ടായാലും, കഴിഞ്ഞ ദിവസം ചക്യാത്തി പിതാവ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നു. എറണാകുളം എന്നെ പഠിപ്പിച്ച ഗുരുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആലപ്പുഴ വന്നൊരു ധ്യാനം നടത്തി നോൻപിൻ്റെ അച്ഛന്മാർക്ക്. പിതാവ് പോകാൻ നേരത്ത് കൊടുത്ത സന്ദേശം പിന്നീട് ഞങ്ങളുടെ പിതാവ് അയനാവറമ്പ പിതാവ് വിശദീകരിച്ച് തന്നപ്പോഴേ അവർ തമ്മിലുള്ള ഇൻബിറ്റ്വീൻ ടോക്കിൽ പറഞ്ഞു, ചക്യാത്തി പിതാവിനെ പട്ടം കൊടുത്ത പിതാവിനെ ചക്യാത്തി പിതാവിനെ അറിയാം. അങ്ങനെ പട്ടം കൊടുത്ത് അതിക്ക് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം, അതിക്ക് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം. അങ്ങനെ 16-ാം നൂറ്റാണ്ട് വരെ എത്തുമ്പോൾ ഒരു ഓർത്തഡോക്സ് പിതാവാണ് ചക്യാത്തി പിതാവിൻ്റെ അങ്ങേത്തലക്ക് നിൽക്കണത്. പട്ടം കൊടുത്തതിൻ്റെ കാര്യം കയ്യൊപ്പ് വഴിയാണല്ലോ ഇത് അധികാരം അഭിഷേകം കൈമാറണത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ കാലം മുഴുവനും നിൻ്റെ വിശ്വാസം പകർന്ന് പോകണം. അതിനുവേണ്ടി നീ കർത്താവിൻ്റെ ദിവസം കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എഫേസ്യൻസ് 3:20 അനുസരിച്ചുകൊണ്ട് എൻ്റെ തലമുറകള് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നീ എൻ്റെ ഗോത്രങ്ങളെ വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയോട് ബന്ധം കഴിയുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഇൻറ്റിമേറ്റ് ആകുകയാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് എൻ്റെ ചങ്കാണെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഈശോ നമ്മുടെ ചങ്കാകണം, അമ്മ നമ്മുടെ ചങ്കാകണം. ഇൻറ്റിമസിയുടെ അകത്ത് വലിയ കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ ആത്മബന്ധം. കാര്യം ഈശോ പറഞ്ഞ ആത്മബന്ധം ഉണ്ടായാൽ വെളിപാടുകളുണ്ടാകും. നമുക്ക് ഇപ്പോൾ നമുക്ക് ജപ്തി നടപടിയാണെന്ന് വിചാരിച്ചോ, പക്ഷേ അതിൻ്റെ വഴി ആർക്കറിയാം? ദൈവത്തിന് അറിയാം. നീ ഇപ്പം ജപ്തി നടപടിയാണ് നിനക്ക്, നീ രക്ഷപ്പെടാനുള്ള വഴി ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് എന്താ പറയണത്, നീ നടക്കേണ്ട വഴി. 32:8 സങ്കീർത്തനം എപ്പോഴും പറയാറുണ്ട് ഞാൻ. ഒന്ന് പറഞ്ഞ്, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പം നീ ഇസ്രയേലിലാണോ, ഇപ്പം ഇസ്രയേലിലാണോ, അതുപോലെ തന്നെ മാൾട്ടയിലാണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണോ പോകുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി വഴി എടുത്തത് എന്താ വെച്ചാൽ, അയാൾക്ക് ഇസ്രയേലിൽ പോകണം. മെസ്സേജ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് ഇസ്രയേലിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാ വെച്ചാൽ ഞാനെല്ലാം സെറ്റ് ചെയ്ത് ഏജൻറ്റുമായിട്ടൊക്കെ സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മെസ്സേജ് ഇല്ല, മാൾട്ടയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. കരയാക്കി റബ്ബർ വിൽപ്പന റബ്ബർ കട പൂട്ടിപ്പോയി, കടം കുറേ ഉണ്ട്. പക്ഷേ എന്താ ഇസ്രയേലിൽ പോകണ്ടെന്ന് പറഞ്ഞത്? എന്താ ഇസ്രയേലിൽ പോകേണ്ടത്? മെസ്സേജ് എടുക്കുമ്പോൾ ഇസ്രയേൽ പോകണ്ടെന്ന് പറയാൻ കാരണം അയാൾ ആ മെസ്സേജ് കിട്ടണവരെ ഇസ്രയേലിൽ പ്രശ്നമൊന്നുമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹമാസ് 11 പേരെ കൊന്നവിടെ. കഴിഞ്ഞ ആഴ്ച 11 പേരെ ഇസ്രയേൽക്കാരെ കൊന്നു. അപ്പോൾ തീർച്ചയായിട്ടും റംസാൻ കാലത്ത് യുദ്ധം ഉറപ്പാണ്. അപ്പോൾ ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലാനും പറ്റത്തില്ല, കാശ് കൊടുത്താൽ പോയതാണ് തന്നെ. ഏത് കാലത്താണ് സെറ്റിൽമെൻറ്റ് വരുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ചില കാര്യം നിന്നെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് ലാഗ് ചെയ്യണം. ഇപ്പോൾ യുക്രൈനിൽ പോയ പിള്ളേരെല്ലാം തിരിച്ചു വന്നില്ലേ? 20,000 പേര് തിരിച്ചു വന്നില്ലേ? യുക്രൈനിൽ യുദ്ധം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. പക്ഷെ കർത്താവിന് അറിയാമായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സെക്യൂറാകാൻ വേണ്ടി ദൈവത്തിരുസന്നിധി വെക്കുന്നതിൻ്റെ കാരണം. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വമാണ്. കാരണം നമ്മൾക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ കർത്താവിനറിയാം. കർത്താവിനറിയാവുന്ന കാരണം നീ നിൻ്റെ സെക്യൂർ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ അത് നാളെ കാലങ്ങളിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, നിയമം ചേഞ്ച് ചെയ്യുമോ, അങ്ങനെ വല്ല അതുകൊണ്ട് നിന്നെ ബാധിക്കുമോ, നിൻ്റെ PR-നെ ബാധിക്കുമോ, അല്ലെങ്കിൽ നിൻ്റെ ജപ്തി നടപടിക്ക് എന്ത് ചെയ്യണം, ജപ്തി നടപടി നിൻ്റെ പറമ്പും വീടും കൊണ്ട് പോകുമോ ആൾക്കാരെ, അപ്പോൾ അതിനെന്താ പരിഹാരം, എല്ലാ കാര്യവും ദൈവത്തിന് അറിയാം. അവൻ എല്ലാം അതേ പിതാവേ അങ്ങ് എല്ലാം അറിയുന്നു എന്ന് ഈശോ പറയും. ചോര വിയർക്കുമ്പോഴും
ഈശോ പറയുന്ന ഒരു സംഭവമാണ്. എന്താണ് പറയുന്നത്? ചോര വിയർത്ത് ഗെത്സെമനിൽ ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോഴും ഈശോ ഈ ചോരയിൽ പ്രഖ്യാപിക്കുന്ന ഒരു രക്തസാക്ഷിത്വമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. പിതാവേ, സമസ്തവും അങ്ങയ്ക്ക് സാധ്യമാണ്. ആദ്യം പറയണത്, പിതാവേ, എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു. എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു. പിതാവ് അറിയുന്ന കാരണം അത് പുത്രനും അറിയുന്നു. അപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവികളെല്ലാം ദൈവം കൃത്യമായിട്ട് അറിയും. അപ്പോൾ നീ വെച്ചിരിക്കുന്ന കാര്യം, യുക്രൈനിലാണ് കഴിഞ്ഞ കൊല്ലം വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചതുകൊണ്ട് അറിയാൻ പാടാത്തത് കൊണ്ടല്ലേ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നില്ലേ. അവരുടെ ഹോസ്റ്റലും മെഡിക്കൽ കോളേജൊക്കെ ബോംബിട്ട് പോയി. തിരിച്ചു വിടാൻ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അത് നീ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കർത്താവ് നിന്നെ അഫിലിയേറ്റ് ചെയ്തിട്ട് അവിടുത്തെ പഴയ റെക്കോർഡ്സൊക്കെ എടുപ്പിച്ചിട്ട് നിൻ്റെ വിദ്യാഭ്യാസം കറക്റ്റ് ചെയ്യും. പക്ഷേ ഇതാണ്, ചില കാര്യങ്ങൾ നമുക്കറിയാൻ പാടില്ലാത്തത് മുമ്പിലുണ്ടാവും. അതുകൊണ്ട് അത് ലാഗ് ചെയ്യണ കാരണം നിങ്ങൾ അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എനിക്ക് ഉക്രൈനിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കൈയും കാലോട്ട് അടിക്കരുത്. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ അതായത് അതിൻ്റെ അകത്ത് ഒരു ലാഗിങ് വന്നാൽ ചിലപ്പോൾ ദൈവം തന്നെ വരുത്തിയിരിക്കുന്നതാകും. അതുകൊണ്ട് നീ തർക്കം ഉണ്ടാക്കരുത്. നീ പൊട്ടക്കാരൻ കാണിച്ച് ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോയാൽ നിൻ്റെ എളിമയോട് നിന്നാലല്ലേ ദൈവത്തെ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അഹങ്കാരികളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തർക്കിക്കരുത്, ബഹളം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. ഒരു കാരണത്തിനും തർക്കിക്കരുത്. ഇപ്പോൾ ഓരോരുത്തരും ഇഷ്യൂ നമുക്കുണ്ടാകത്തില്ലേ ജീവിതത്തിൽ? കുടുംബത്തിൽ ഇഷ്യൂ ഉണ്ടാകും, നാത്തുമാർ ഇഷ്യൂ ഉണ്ടാക്കും, വീട്ടിൽ അനിയത്തിമാർ ഇഷ്യൂ ഉണ്ടാക്കും, ചേട്ടന്മാർ ഇഷ്യൂ ഉണ്ടാക്കും, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഇവരെല്ലാവരും ഓരോ കാര്യത്തിന് വേണ്ടി അവരവരുടെ രീതിയിലേക്ക് കുടുംബത്തെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും. അതുതന്നെ പിള്ളേരായാൽ തന്നെ എന്താ, ഒരാൾക്ക് ഇഡ്ഡലി വേണം, ഒരാൾക്ക് പുട്ട് വേണം, ഒരാൾക്ക് ദോശ വേണം, വീട്ടിൽ കിടന്ന് അടുക്കളയിൽ കളഞ്ഞ് ഇടിയാണ്. നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പുട്ട് വേണ്ട ഉടനെ പാത്രം എടുത്ത് തള്ളി വെക്കും. അപ്പോൾ രണ്ടടി തലക്കെട്ട് കൊടുക്കുമ്പോൾ ക്ലിയർ ആയിക്കൊള്ളൂ. അത് നിങ്ങൾ അടിക്കാത്തതാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. എന്താ പ്രശ്നം വെച്ചാൽ, അങ്ങനെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഓരോരുത്തന്മാർക്ക് ഇഷ്ടമുള്ളത് ഓരോരോ രീതി ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നടുവ് പോകുന്നല്ലാതെ ഇവന്മാരൊക്കെ വലുതായിട്ട് അമ്മ എങ്ങനെ നടുവ് പോയെന്നൊന്നും ആരും തിരക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. ഇതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാകും. അവരവരുടെ രീതിയിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടു പോകാൻ നോക്കും. പക്ഷേ അങ്ങനെയുണ്ട്, ഓരോ അയൽവാസികൾ അവരുടെ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ അവരുടെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. ഇങ്ങനെ ഓരോരുത്തരും നമ്മളെ അവരവരുടെ അങ്ങനെ ഇഷ്യൂ ഉണ്ടാകും. ചില സമയത്ത് നമുക്കതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ നമുക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ ആ വഴിക്ക് പോകും. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുടുംബത്തിലുണ്ടാകും, പുറത്തും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ നിലപാടുള്ളത് കൊണ്ടാണ്, നിലപാട് കറക്റ്റല്ലാത്തത് കൊണ്ടാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഈശോ പറയും അത് അവളോട് വഴിക്ക് വിട്ടരുന്ന് പറയും. ഇപ്പോൾ മാർത്ത ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അടുക്കള പ്രശ്നം ഉണ്ടാക്കി. അടുക്കള കലാപം എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയതാണത്? മാർത്ത ഉണ്ടാക്കിയതാണ്. അടുക്കള കലാപം ആരുണ്ടാക്കിയതാണ്? മാർത്ത ഉണ്ടാക്കിയതാണ്. മറിയം കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് മാർത്ത പറഞ്ഞ്, കർത്താവ് ഇവളെന്നെ പരിചരണ വിഷയത്തിൽ തനിയെ വിട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് ചിന്തയില്ലേ, അവൾ വന്ന് എന്നെ സഹായിക്കാൻ പറ. അതാ മാർത്തയുടെ അജണ്ട. അതാണ് എന്താണ്, അവൾ കൂടി ഇവിടെ വന്ന് സഹായിക്കണമെന്നുള്ള. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കാരാണ്. അപ്പോൾ രീതിയിലേക്ക് നമ്മളെ വലിച്ചൊഴിച്ച് എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അവിടെ കണ്ണിലെ കരടാവും, അല്ലെ അപ്പോൾ അത് എൻ്റെ പേര് ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പം നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ അവർ ഫോൺ ചെയ്ത് ഗ്രൂപ്പാക്കും. നമ്മൾ ഒറ്റപ്പെട്ടു പോയി. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും പെട്ടയായിട്ട് നിന്നിട്ട് ഒരു കഥയുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കർത്താവിൻ്റെ ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം. അതാണ് 10:40. ലുക്കാ 10:40. ഇഷ്യൂസ് ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ അടുക്കള കലാപമാകാം, ചിലപ്പോൾ അയൽവാസി കലാപമാകാം, ചിലപ്പോൾ നിങ്ങളുടെ ഇതിലായിരിക്കും കലാപം ഉണ്ടായിരിക്കണം. എവിടെ? ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും കലാപം ഉണ്ടാകണത്. ചിലപ്പോൾ നിങ്ങളോട് വളരെ താല്പര്യമുള്ള ഡോക്ടർമാരെ ചില നേഴ്സുമാർ ചോപ്പിട്ട് അവരുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പണി തന്നെന്ന് വരും. ഇപ്പോൾ പണി തരണതും പാരവെപ്പൊക്കെ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും പണിയില്ലാത്ത, പാരവെപ്പില്ലാത്ത പാർട്ടിയില്ല, സർക്കാർ ഓഫീസില്ല, അതുപോലെ വീടുകളില്ല, ഒന്നുമില്ല. എല്ലായിടത്തും ഈ സാധനമുണ്ട്. അത് അവർ പറയണത് ശരിയാണെന്ന് അവർ പറയുകയും ചെയ്യും. ഇപ്പോൾ മാർത്ത പറഞ്ഞത് ശരിയാണെന്നല്ല മാർത്ത പറയണത്. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഇതൊന്നും അല്ല പ്രശ്നം എന്താണ്? നിങ്ങൾ ദൈവത്തോട് ഇൻറ്റിമസി ആകുക. നീ വന്നിവിടെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയം കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്നു എന്നതിൻ്റെ അർത്ഥം. പലരും നമുക്ക് പണി വെച്ചാലും പാര വെച്ചാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല.
നിങ്ങൾ പക്ഷേ എന്ത് ചെയ്യും? പാര വെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പാരയും കൊണ്ട് നമ്മൾ ചെല്ലും. പണി വെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പണിയും കൊണ്ട് ചെല്ലും. അതുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി കൊളാപ്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാലത്ത് എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഷ്യൂസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ നിങ്ങളുടെ ഇൻറ്റിമസി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആരവിടെ? കർത്താവുമായിട്ട് ആത്മബന്ധം. അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ പ്രലോഭനവും പല രീതിയിലുള്ള പ്രതിരോധമൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ ദൈവത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകരുത്. വിട്ടുമാറാതെ നിങ്ങളാ വിശുദ്ധിയിലും ഭക്തിയിലും പ്രാർത്ഥനയിലും അതേസമയം നിലപാടിലും ദൈവത്തോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് നിൽക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മബന്ധം പുലർത്തിയാലുള്ള ഗുണം ഇൻറ്റിമസി ഉണ്ടാകും. ഇൻറ്റിമസി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് വെളിപാടുകൾ കൂടും. ഇൻറ്റിമസി കൂടിക്കഴിഞ്ഞാൽ 14:21 യോഹന്നാന്റെ സുവിശേഷം, എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. എന്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ്, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. പിന്നെന്ത് ചെയ്യും? ഞാനും അവനെ സ്നേഹിക്കും. പിന്നെന്ത് ചെയ്യും? എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്ന് വെച്ചാൽ ബൈ പേഴ്സൺ വെളിപ്പെടുത്തണമല്ല. എന്നെ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശോ അല്ലേ? ഈശോ എന്ന് പറയുന്നത് ആരാണ്? ഈശോ എല്ലാമാണ്. കൊളോസ്യസ് 3:11 എന്ന് പറഞ്ഞ യേശു എല്ലാമാണ്. അപ്പം എല്ലാവരിലുമാണ്. അപ്പം എല്ലാമായ യേശു. ഇപ്പം നിനക്ക് ജപ്തി നടപടി വന്നു, ഇതെങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടുന്നതെന്ന് യേശുവിന് അറിയാം. എന്താ കാര്യം? അവനെല്ലാമാണ്. നീ അവനുമായിട്ട് ഒരു ആത്മബന്ധത്തിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? അവൻ എല്ലാമായ ഈ ജപ്തി നടപടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും. അതെന്തുകൊണ്ടാണ്? അതായത് നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും. അതാ 32:8 വരണത്. അപ്പോൾ ഈ 32:8 അനുസരിച്ച് കൊണ്ട് 14:13 സങ്കീർത്തനം 32:8 അനുസരിച്ച് കൊണ്ട് യോഹന്നാൻ 14:21 അനുസരിച്ച് കൊണ്ട് ഈ എന്നെ സ്നേഹിക്കുന്നവനെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. മുഖത്ത് നോക്കിയാണ് ഉപദേശിക്കുന്നത്. അയാളെ മൊബൈലിൽ വിളിച്ച് പറയുകയല്ല. മുഖത്ത് നോക്കി വെച്ചാൽ നീയും ദൈവവും മുഖാഭിമുഖം വരും. ഇങ്ങനെ ഒരു ഇൻറ്റിമസിയിലേക്ക് ദൈവവും മുഖാഭിമുഖം വരുമ്പോഴാണ് നീ നടക്കേണ്ട വഴി നിനക്ക് പറഞ്ഞു തരണത്. കാനഡയിൽ പോകണ, ഇസ്രയേലിൽ പോകണ, എവിടെ പോകണം. ഇപ്പം നീ പറയണ എല്ലാം നാട്ടുകാർ പറഞ്ഞ വഴിയാണ് നീ നടന്നുകൊണ്ടിരിക്കണേ അല്ലേ? ആൻറ്റി പറഞ്ഞ്, നാട്ടുകാർ പറഞ്ഞ്, കൂട്ടുകാർ പറഞ്ഞാണ് നീ നടന്നുകൊണ്ടിരിക്കണത്. ഇങ്ങനെ നടക്കുകയാണ്. ഓരോരുത്തരും പറയുന്ന അനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെന്ന അവസാനം കുഴി ചാടുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയാണ് നീ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏത് കുഴി ചാടിയാലും ദൈവം നിന്നെ കയ്യിൽ താങ്ങി നിർത്തും. അതിൻ്റെ അകത്താണ് പറഞ്ഞത്. അതാണ് ഈ ബൈബിളിലെ ഏറ്റവും രസകരമായൊരു വാക്കാണ്. എന്താണ്? ഹി ഹാസ് പ്രൊട്ടക്റ്റഡ് മീ ഫ്രം ദി പിറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ. 38:7 മുത്തേടൻ അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. എന്താണെന്നറിയാവോ? അവിടുന്ന് നാശക്കുഴിയിൽ നിന്ന് എന്നെ സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു. ഞാൻ POC ബൈബിൾ നോക്കിയിട്ട് സ്നേഹപൂർവ്വം ഇല്ല. POCയിൽ ബൈബിളെ സ്നേഹപൂർവ്വം ഇല്ല. കാര്യം സാങ്കേതികമായി പഠിച്ചിട്ട് സാങ്കേതികമായി തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുത്തേടൻ അച്ഛൻ്റെ ഉൾഗാത്തായി നിന്ന് വരുമ്പോൾ ഗ്രീക്ക് ബൈബിളിൽ നിന്ന് നേരിട്ട് വരുമ്പോഴാണ് ഈ സ്നേഹപൂർവ്വം പോണത്. പക്ഷേ സ്റ്റാൻഡേർഡ് വെർഷൻ, റിവൈസ് സ്റ്റാൻഡേർഡ് വെർഷൻ RSV ബൈബിൾ, അമേരിക്കൻ ബൈബിള്, അത് ഒറിജിനൽ ബൈബിളാണ്. അതാണ് സഭയ്ക്ക് പഠിക്കാൻ നമ്മുടെ ഔദ്യോഗിക ബുക്ക് അതാണ്. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ടിപ്പണിയിലുണ്ട്, വിത്ത് ലവബിൾ ഹാർട്ട്, സ്നേഹപൂർവ്വം. വിട്ട് കളഞ്ഞിട്ടില്ല. ദൈവം നിന്നെ രക്ഷിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ സ്നേഹപൂർവ്വമേ രക്ഷിക്കത്തുള്ളൂ. ഇപ്പം നിൻ്റെ കൈ വാതിൻ്റെ ഇടയിൽ പോയി, നീ എന്തു ചെയ്യും? അമ്മ ഇങ്ങോട്ട് വന്നിട്ട് വലിച്ചൂരിക്കണ്ട് എടുക്കുക, അപ്പോൾ കൈ അവിടെ ഇരിക്കും. നിൻ്റെ കൈ വാതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ നീ കിടന്ന് കാറുമ്പോൾ അമ്മ വരും. അമ്മ വരുമ്പോൾ നീ എൻ്റെ അയ്യോ ഇതെന്ന് പറഞ്ഞു ഉടനെ കൈ വലിച്ചൂരി എടുക്കുക? ഇല്ല. അമ്മ അത് മാക്സിമം ഡാമേജ് കുറക്കുന്ന രീതിയിൽ എടുക്കത്തുള്ളൂ. വേറെ വല്ലവരുമാണ് വരികയാണെങ്കിൽ വലിച്ചൂരി എടുക്കുമ്പോൾ ഡാമേജ് ആവും. ഇപ്പം ദൈവം രക്ഷിക്കുന്ന രീതി ലെസ് ഡാമേജാണ്. അവിടുന്ന് നാശക്കുഴിയിൽ നിന്ന് നീ ഒരു നാശത്തിൽ തന്നെ വീണാൽ ദൈവം തന്നെ ഡാമേജ് കുറച്ച് കൊണ്ടുവരും. ഞാനെപ്പോഴും ആ ബാബു എന്ന് പറയുന്ന ഒരുത്തൻ മലയിൽ കയറിയില്ലേ അല്ലേ, 52 ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ നേവി അല്ല ആരാണ് എയർഫോഴ്സ് വന്ന് അവനെ രക്ഷിച്ചത്. പക്ഷേ രക്ഷിക്കണ മുമ്പ് അവന് വെള്ളം കൊടുത്തായിരുന്നു.
വെള്ളം കൊടുത്തു, അവൻ്റെ കുശലപ്രസവങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് അവരവനെ പതുക്കെ എയർ ലിഫ്റ്റ് ചെയ്യണത്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്ത വചനം ഇതാണ്. എന്താണ്? അത് സ്നേഹപൂർവ്വമാണ്. അപ്പോൾ വേറെ ഒരു ആളാണെങ്കിൽ, അത്രയും ഉത്തരവാദിത്തമില്ലാത്ത ഒരാളാണ് എങ്കിൽ അത്രയും ഒരു സേഫ്റ്റി കിട്ടത്തില്ല. ദൈവം നമുക്ക് തരുന്നത് സേഫ്റ്റിയാണ്, സംരക്ഷിക്കും നമ്മളെ. ഈ സംരക്ഷണം നഷ്ടപ്പെടുന്നത് ഇൻറ്റിമസി പോകുമ്പോഴാണ് സംരക്ഷണം പോണത്. അതുകൊണ്ട് നിങ്ങൾ ഇൻറ്റിമസി സൂക്ഷിക്കാൻ നോക്കണം. ദൈവമായിട്ട് അവൻ്റെ വചനങ്ങൾ കേട്ട് വരുമ്പോൾ ദൈവത്തിന് ഞാൻ തിരഞ്ഞ 12:20 എന്താണ്? 12:18 ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ഇൻറ്റിമേറ്റ്, എൻ്റെ ചങ്കെന്ന് പറയും. അതായത് അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അപ്പോൾ അത് സംരക്ഷണമുണ്ട് എൻ്റെ അകത്ത്. എപ്പോഴും വരണത് ഈ ദൈവസ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് സംരക്ഷണം പോണത്. ഉടമ്പടിയുടെ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പത്രം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ രോഗികൾക്ക് കൊണ്ട് ഇനിയിപ്പോൾ രോഗികളെ കാണാവില്ല, ഏത് രോഗികളെ പണിയാണ് ഇപ്പോൾ രോഗികൾക്കൊന്നും ഇല്ലല്ലോ. അത് ഇവിടെ രോഗികളൊക്കെ ഉണ്ട്, അവിടെ ചെന്നാൽ മതി, ഗവൺമെൻറ് ആശുപത്രി. ഇതെവിടെയാണ്? 10-12 കിലോമീറ്റർ വണ്ടി കയറി പോകണമല്ല, പിന്നെ തിരിച്ചു വരണം. ഇനിയിപ്പോൾ വല്ല കൊറോണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കുകയില്ല. ഇങ്ങനെ ഓരോ ഉടായ്പും പറഞ്ഞ് അവിടെ ഇരിക്കും. കർത്താവിൻ്റെ വേല ചെയ്യത്തില്ല. ഈസി ആയിട്ട് പത്രം കൊടുത്തേച്ചും രോഗികളെ കാണത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവമായിട്ട് ബാർഗൈൻ ചെയ്യും. ഞങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ പറയാത്ത ഒരു കാര്യവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടു, സന്ദർശിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, വസ്ത്രം കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കർത്താവിൻ്റെ വചനം, കർത്താവുമായിട്ട് ഇൻറ്റിമസി വരാനാണ്. ഇൻറ്റിമസി വന്നാൽ എന്ത് പറ്റും? ഇൻറ്റിമസി വരുമ്പോൾ എന്ത് പറ്റും? ഉടമ്പടി ചെല്ലണ പ്രാർത്ഥനയല്ല, നൊവേന പോലെ ചൊല്ലി ജപമാല പോലെ ചെല്ലണമല്ല, ചെയ്യാതൊരു മാർഗ്ഗമില്ല. കാര്യം മേജറായിട്ടുള്ള സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഈ സുനിൽകുമാറിൻ്റെ സാക്ഷ്യത്തിൽ എന്തെല്ലാം കാര്യമാണ് നടന്നത്. വീട് വെച്ചു, ആ ഉറഞ്ഞ വീട് മാറ്റി വീട് വെച്ചു, അവൻ്റെ കടങ്ങൾ പരിഹരിച്ചു, മകന് ജോലി കിട്ടി, അയാൾക്ക് ജോലി കിട്ടി. അതൊക്കെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പനും മകനും ജോലിയായി, കടങ്ങൾ പരിഹരിച്ചു. എത്ര കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ സാന്ദ്രിയാൻ്റോടെ സാക്ഷ്യങ്ങളുടെ ഘടന പരിശോധിക്കുമ്പോൾ എന്താ? സാന്ദ്രിയാൻ്റോ ഉടമ്പടി എടുത്തിട്ട് ഭർത്താവിനെയും മകനെയും വേറെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന്. നിങ്ങൾ ചെന്ന് അമ്മയുടെ മുഖത്തോട്ട് നോക്കണം. ഭാര്യ പറയണതാണ്, നിങ്ങൾ ചെന്ന് അമ്മയുടെ മുഖത്തോട്ട് നോക്കണം. എന്നിട്ട് അമ്മയോട് പറയണം, നമുക്ക് 15-ാം തീയതി ജപ്തിയാണ്, 15-ാം തീയതി മാർച്ച് 15-ാം തീയതി ജപ്തിയാണ്, അതുകൊണ്ട് ഒരു ഡേറ്റ് ഇട്ടും പോരാൻ പറഞ്ഞു. ഒരു ഡേറ്റ് ഇട്ടും പോരാൻ. എവിടെ? അമ്മയെടുത്തേ. അപ്പോൾ മകളുമുണ്ട്, അവൾ ബിഫാമ പഠിച്ചിട്ട് ദുബൈയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ പാസ്പോർട്ട് കൊണ്ട് അവളും വന്നിട്ടുണ്ട് അപ്പൻ്റെ കൂടെ. അപ്പനും മകളും കൂടി അവളെന്ത് ചെയ്യും, സിസ്റ്ററിന് കൊടുത്തിട്ട് പാസ്പോർട്ട് മാതാവിനെ സമർപ്പിച്ച് വെച്ചും തിരിച്ച് മേടിച്ച്. അപ്പൻ ഇവിടെ നിന്ന് വെച്ചു ഒരു ഡേറ്റ് ഇട്ട് മകളുമായിട്ട് ആലോചിച്ചിട്ട്, കാര്യം ജെട്ട് ചെയ്ത് പോകുന്നതല്ല വീട് സ്ഥലവും, അതുകൊണ്ട് ഡേറ്റ് ഇട്ട് മാർച്ച് 10 പറഞ്ഞ് ഡേറ്റ് ഇട്ട്, മാർച്ച് 10 പറഞ്ഞൊരു ഡേറ്റ് ഇട്ടവർ. അവർ ഡേറ്റ് ഇട്ട് അപ്പനും മകളും കൂടി പാസ്പോർട്ടും മാതാവിനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചവർ കണ്ണൂർ ചെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ് മാർച്ച് 10 ഡേറ്റ് അല്ലേ? അപ്പോൾ അവരോട് പറഞ്ഞിട്ടില്ല, അവരിങ്ങോട്ട് പറയണം മാർച്ച് 10 ഡേറ്റ് ഇട്ടിരിക്കണമെന്ന്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഇൻറ്റിമസിയുടെ പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മൾ ദൈവവും തമ്മിൽ ഉടമ്പടിയെ ശരണോടെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഒക്കട്ടെ കിട്ടിയാ ഊട്ടിയെന്നൊക്കെ പറഞ്ഞ് ചെയ്യണ അലവരാതി ആൾക്കാരുണ്ടല്ലോ, അതല്ല. ഉടമ്പടി എന്ന് പറയുമ്പോൾ സത്യസന്ധമായ കറക്റ്റ് ഉടമ്പടി എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള സംഭവമാണത്. അത് യേശുവിൻ്റെ കാലമാണ് കുർബാനയായിട്ട് മാറുന്നത്. അത് ഉടമ്പടിയാണ്. ദൈവം ഉടമ്പടിയാണ് ചെയ്യണത് ഏറ്റവും വലിയ കാര്യങ്ങൾക്ക്. അത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ആ ചേച്ചി എന്ന് പറയണത് ഇവിടെ തൊന്നപ്പോൾ എനിക്ക് മാതാവെന്ന് തോണ്ടിയെന്ന് തോന്നണവരെ കാര്യത്തിൽ അവരത് കറക്റ്റായിട്ടാണ് ചെയ്യണത്. അവരെൻ്റെ പഴയ ധ്യാനം കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇവർ അപ്പനെയും മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവരടുക്കള ജോലി ചെയ്യുമ്പോൾ പഴയ ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ്, പണ്ടത്തെ ഉടമ്പടി ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, നിങ്ങൾ ധ്യാനം പോലും കേൾക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ? ഇവിടെ ധ്യാനം കൂടിയിട്ട് അത് ഷെയർ ചെയ്യണം, നിർബന്ധമാണ്. ഇപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അച്ഛനെ കാണേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും, എത്ര ഷെയർ ചെയ്തത് നിങ്ങൾ, എന്നാണ് ഷെയർ ചെയ്തത്? അപ്പോൾ എനിക്ക് സംശയമുണ്ടെങ്കിൽ കാണട്ടെന്ന് പറയും, മൊബൈൽ എന്ന് ഷെയർ ചെയ്തത് കാണട്ടെന്ന് പറയും. കാര്യം ഇവർ മൊബൈൽ അപ്പോഴാണ് പറയണത്, ഇവർ ധ്യാനം കൂടിയിട്ട് പോലും കാണത്തില്ല.
ആ ഉടമ്പടി വന്ന് 10 രൂപ മേടിച്ച് പോയി എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇഷ്യൂ ഉണ്ടായപ്പോൾ അവിടെ ഒന്ന് കൈയും കാലും ഇട്ട് അടിച്ച് ബഹളം ഉണ്ടാക്കി, ഞാൻ എന്ത് മതം കഷ്ടപ്പെടുന്ന എത്രാത്ത നടപ്പാണെന്ന്, നിങ്ങൾക്ക് എന്ത് തന്നാലും എന്താ, അച്ഛനെ കാണാൻ ഒരു ചീട്ട് തന്നാലും എന്താണെന്ന് പറഞ്ഞ് ഇവരവിടെ സമ്മർദ്ദം ഉണ്ടാക്കി ധ്യാനകേന്ദ്രമാകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവരുമായിട്ട് ഗുസ്തി വെക്കുക. ഇല്ല, അവർക്ക് ചീട്ട് കൊടുത്ത് വിടും. എന്നിട്ട് പുറകെ വന്നതും പറയും മറ്റേ സംഭവം ഫ്രോഡാണ് കേട്ടാ, അവരൊരു പണിയും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ കാര്യം ഉണ്ടായപ്പോൾ ചീട്ടും വലിച്ചുകൊണ്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് പോര്, ഇത്രയും നമ്പർ ചീട്ട് ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പോര്. അത് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾ അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണ്, നിങ്ങളെക്കുറിച്ച് അവർക്ക് സംശയം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് നടത്തി എന്തെങ്കിലും കണ്ണിപ്പൊടി ഇട്ടിട്ട് എന്തെങ്കിലും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഇതിനകത്ത് ആത്മാർത്ഥത കാണിക്കണം. കാണിച്ചു കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇവരെന്താ ചെയ്യണത്? ഇവരെന്താണ് ചോദിക്കണത് ഭർത്താവിനോട്, നിങ്ങൾ മാർച്ച് 10 വെച്ചിരിക്കുന്ന ഡേറ്റ്, അമ്മ എന്നോട് പറഞ്ഞെന്ന് പറയും. അമ്മ നിന്നോട് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഴയ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചക്ക് കഞ്ഞി അനത്തണ സമയത്ത്, കഞ്ഞി അനത്തണം എന്നല്ലേ പറയണത്, ഈ വാറ്റണ സമയത്ത് അല്ലേ, ചോറ് വാറ്റണ സമയത്ത് ഇവർ ഈ പഴയ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഞാൻ അവരോട് പറഞ്ഞെന്ന് അവർ പറയണത്, നിങ്ങൾക്കൊരു നമ്പറുണ്ട് 42 എന്ന്. ഉടമ്പടി ധ്യാനത്തിനിടയ്ക്ക് കൂടി അമ്മ സംസാരിക്കുകയാണ്, നിങ്ങൾക്കൊരു നമ്പറുണ്ട് 42. ഇന്റിമസിയാണ്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി അമ്മ ഉപദേശിക്കുകയാണ്, നിങ്ങൾക്കൊരു നമ്പറുണ്ട് 42. അവർ കലണ്ടറിൽ പോയി നോക്കി. അവരന്ന് ഈ സ്വരം കേട്ട സമയം മുതൽ അവർ മൊബൈലിൽ വെച്ചുകൊണ്ടിരിക്കണ്ട, മൊബൈലിൽ സാധനം വേണ്ടത്. അവർ ആ ഡേറ്റ് തൊട്ട് അവർ 42 ദിവസങ്ങൾ കലണ്ടർ എണ്ണി നോക്കിയപ്പോൾ 42-ാം ദിവസം മാർച്ച് 10. അതാണ് അവർ മാർക്ക് ചെയ്തിരിക്കണം, മാർച്ച് 10. കൃപാസന മാതാവ് സമയത്തിൻ്റെ മാതാവ്. അതേപോലെ തക്ക സമയം അമ്മ തീരുമാനിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അതായത് അപ്പോൾ ആ ഭർത്താവ് ഇട്ടിരിക്കുന്ന ഡേറ്റും മാർച്ച് 10. ഇവർ തമ്മിൽ അറിയാൻ പാടില്ലാതെ അവർക്ക് ഇട്ടിരിക്കുന്ന മെസ്സേജാണിത്. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിറ്റേ ദിവസം ഇവർ നടക്കേണ്ട വഴി കാണിച്ചു കൊടുത്തവർക്ക്. കാര്യം അവർക്ക് ജപ്തി നടപടിയല്ലേ. അപ്പോൾ മാർച്ച് 15-ാം തീയതിയാണ് ജപ്തി നടപടി. അപ്പോൾ മാർച്ച് 9-ാം തീയതി ആയപ്പോൾ ഇവർക്ക് ഒരു ഐഡിയ കൊടുത്തു. എന്താണ്? ഈ അവിടെ ഇരുന്ന ഉടമ്പടി തൈലം ഞങ്ങളെല്ലാം വെഞ്ചരിച്ച് തരുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഇത് പായസമൊക്കെ വെഞ്ചരിച്ച് കിട്ടണ പോലെ വെഞ്ചരി. ഇതെല്ലാം ഉടമ്പടി കുർബാന ചൊല്ലിയതിന് ശേഷം 12 തരം പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞു, ദൈവന് മരിച്ചെന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ലൂക്ക 2 റോമ 10:9 അനുസരിച്ചുകൊണ്ട് ആ ഫോർമുല അനുസരിച്ചുകൊണ്ട് ലൂക്ക 2:30 അനുസരിച്ച് രക്ഷ പ്രാപിക്കുന്ന രീതി രക്ഷ യേശു ക്രിസ്തു ആണ്. എല്ലാ ക്രിസ്തുവിനെ അതിൻ്റെ അകത്ത് പല രീതിയിൽ പല ശക്തിയിൽ പല രൂപത്തിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ അതേ പവറിലാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ സംഭവം തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവരങ്ങനെ എടുക്കാൻ കഴിവുള്ളവരാണ്. അവരെന്ത് ചെയ്ത് ഉടമ്പടി തൈലം കൊണ്ടുപോയിച്ചും ഈശോ ഇതിൻ്റെ സ്ഥലം കുറേ ആൾക്കാർ അന്ന് കണ്ടിട്ട് ആർക്കും വേണ്ട പോവുകയും അങ്ങനെ ഇപ്പോൾ ഉടമ്പടി തൈലം ഒഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ ഇപ്പം ഞാൻ പറയണ കേട്ടിട്ട് നിങ്ങൾ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചു വെക്കണത്, അതൊക്കെ ഒന്ന് വിശ്വാസ പ്രമാണം ഒന്ന് പഠിക്കും മര്യാദക്ക്. അതിനുശേഷം വിശ്വാസ പ്രമാണം സ്നേഹത്തോടെ ചെല്ലാൻ വേണ്ടി പഠിക്കണം. ചുമ്മാ ചെല്ലാൻ വിശ്വാസ പ്രമാണം ആർക്കും പറ്റും, പക്ഷേ ഇത് വിശ്വസിക്കണം. യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് അധരം കൊണ്ട് ഏറ്റു പറയണം, ദൈവം അവനെ മരിച്ചോന്ന്, അവൻ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അവൻ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തുവാകുന്ന രക്ഷയെ നമ്മൾ പ്രാപിക്കുന്നത്. അത് ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തുവിന് ശക്തി ആയതുകൊണ്ട് ബോഡി പ്രാപിച്ചാൽ അത് സൗഖ്യമായി മാറും, ജീവിത മണ്ഡലങ്ങൾ പ്രാപിച്ചാൽ അത് അനുഗ്രഹമായി മാറും, അതുപോലെ തന്നെ ആത്മാവിൽ പ്രാപിച്ചാൽ കൃപയായി മാറും, അത് നിത്യമഹത്വത്തിന് കാരണമാകും. ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ ക്രിസ്തുവിനെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് വ്യത്യസ്തമായ മീഡിയൻസിലൂടെയാണ് ഇത് പ്രാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി എടുക്കാത്ത സ്ഥലത്ത് ഒഴിച്ചിട്ട് അവർ പോകുന്നു. പിറ്റേ ദിവസം സ്ഥലം വിറ്റുപോയി. കാശ് കൃത്യമായിട്ട് 10-ാം തീയതി തന്നെ കൊടുത്ത് അവർക്ക് ജപ്തി നടപടി 15-ാം തീയതി പിറ്റേ ദിവസം 10-ാം തീയതി സ്ഥലം വിറ്റുപോയി. അമ്മ പറഞ്ഞ ആ ഡേറ്റ് അമ്മ അതിലിട്ട ആ ഡേറ്റിന് സ്ഥലം വിറ്റ് പോവുകയും അവർ സ്ഥലം കാശ് വേണ്ടി കൊടുത്തിട്ട് ജപ്തി നടന്ന് രക്ഷപ്പെട്ട്. പക്ഷേ ആ സമയത്ത് തന്നെ മകൾ കയറിപ്പോയി, നമുക്ക് അവിടെ ജോലിയായി. ഇപ്പം ഇതെല്ലാം ഒരപ്പനും മകളും അമ്മയും കൂടി ചെയ്യുന്ന ഒരു എക്സിക്യൂഷനുണ്ട്, ഉടമ്പടി എക്സിക്യൂഷൻ. അതിനവർ കാണിക്കുന്ന ഉള്ളിലുള്ള ഒരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം. അതായത് ഉടമ്പടിയുടെ ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പങ്ങൾ അവരൊക്കെ സംഭവിക്കുന്നത്. ചെയ്യുന്ന ആൾക്കാർ ആഴമായ വിശ്വാസവും ബോധ്യവും ഉണ്ടെങ്കിലേ
പിന്നെ ഉടമ്പടി ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ചില ആൾക്കാർ തെറ്റിക്കാൻ നോക്കും. അപ്പോൾ ചിലരുടെ മുമ്പിൽ വെച്ച് അവർ ഉടമ്പടി വീട്ടിൽ പോലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ പെയ്തും പെരുക്കൊക്കെ ഇരിക്കും. നിങ്ങളത് മൈൻഡ് ചെയ്യരുത്. വീട്ടിൽ എന്തെല്ലാം ഇതുപോലെ പിശാച് വന്ന ഭർത്താവിൻ്റെ രൂപത്തിലാണ്, ഭാര്യയുടെ രൂപത്തിലാണ്, നാത്തൂൻ്റെ രൂപത്തിലാണ്, മക്കളുടെ രൂപത്തിലാണ് വന്നിട്ട് പിറുപിറുത്തുകൊണ്ടിരിക്കും. പിറുപിറുപ്പ് തുടങ്ങുമ്പോഴത്തേനും ഓർക്കുക ഇത് ദൈവത്തിൻ്റെ അല്ല, ഇത് മറ്റേ കക്ഷിയാണ്. നിങ്ങളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഏറ്റവും ജോലി അങ്ങോട്ട് പൂർത്തിയാക്കുക, ഭംഗിയായിട്ട് ചെയ്യുക. അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുക. ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനങ്ങളെല്ലാം ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയുടെ നിയോഗങ്ങളെ ഓർക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. ഇപ്പോൾ കർത്താവ് നിങ്ങളെ തൊടുന്ന നിമിഷങ്ങളാണ്. അനേകായിരം പേര് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഈശോ തൊടുകയാണ്. തീരാവ്യാധിയിൽ കഴിയുന്നവർ, രോഗദുരിതങ്ങളിൽ കഴിയുന്നവര്, ആശുപത്രിയിൽ കഴിയുന്നവര്, കർത്താവേ വിവാഹപ്രായമായ മക്കളെ എല്ലാം ഈശോ തൊടുന്ന വലിയ നിമിഷമാണ്. ജീവിത പ്രതിസന്ധികളിലും തെറ്റായ കൂട്ടുകെട്ടുകളിലും പ്രബന്ധങ്ങളിലും കഴിയുന്നവരെ ഈശോ തൊടുകയാണ്. നൈപുണ്യം പരീക്ഷകളിൽ ഈശോ തൊടുകയാണ്. മാത്രം പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന്റെ മേൽ, തിരുസഭയുടെ മേൽ ദിവികാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കായി